പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദുഃഖാന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. തോമാശ്ലീഹായുടേതുപോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ കർത്താവേ, യാന്ത്രികമായ പ്രാർത്ഥനയല്ല അല്ലേ ശരിക്കും തോമാശ്ലീഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞതുപോലെ ഒന്ന് എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് പറയാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് വചനം വേറെ ഇല്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതേതാണ് കൊട്ടേഷൻ എന്ന് ഓരോരുത്തർക്കും ഇന്ന് നൽകുന്ന ഒരു ഹോംവർക്കാണ്, ഒരു ക്ലൂ. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഉള്ളത്. നിങ്ങളത് കണ്ടുപിടിച്ച് ഇന്നൊരു പള്ളിയിൽ പോയിട്ട് ഇന്ന് കാലത്ത് ബലി അർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അന്ന് കടവുള്ള ദിവസമാണെന്ന് അറിയാമല്ലോ അല്ലേ. ഇന്ന് കാലത്ത് ബലി അർപ്പിച്ചാണെന്ന് അച്ഛൻ അറിയാം. പറ്റുവാണെങ്കിൽ ഒരു പള്ളിയിൽ, കുർബാനയുള്ള ഒരു പള്ളിയിൽ പോയിട്ട് ഈശോയോട് പറഞ്ഞ എൻ്റെ കർത്താവേ, തോമാശ്ലീഹ പറഞ്ഞ അതേ വചനം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങനൊരു 10 തവണ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ശരിക്കും ഈശോ ഒരു ഭയങ്കരമായൊരു പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നിങ്ങൾ മോർണിംഗ് പ്രയർ, അതായത് നമ്മൾ സഭയുടെ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങളിൽ ഒരു പ്രത്യേക നിയമം മോർണിംഗ് പ്രയർ ആരംഭിച്ച പല വ്യക്തികളുടെയും ജീവിതത്തിൽ അച്ഛൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെങ്കിൽ പ്രകടമായ വിധത്തിൽ ദൈവം വഴികൾ തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഞങ്ങൾ സാധാരണ ഒരു 4:15 ആകുമ്പോഴേക്കും 3:15 കുളി പരിപാടികളൊക്കെ കഴിഞ്ഞ് 4:15 ആകുമ്പോഴേക്കും പ്രാർത്ഥനകൾ ആരംഭിക്കും. ചിലപ്പോൾ പള്ളിയിലായിരിക്കും, അല്ലെങ്കിൽ റൂമിലായിരിക്കും, ഓൺലൈനിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതിലൊരു ദിവസം ചെയ്തില്ല എങ്കിൽ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് എടുക്കുമ്പോഴൊക്കെ ഒരു 11 മണി 11 മണിക്ക് ഉണ്ടാവും. അതുവരെ യാത്രയായിരിക്കും ചിലപ്പോൾ. എന്നാലും നമ്മൾ ആ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ, മോർണിംഗ് പ്രയർ ചെയ്തില്ലെങ്കിൽ എനിക്കത് ഭയങ്കരമായൊരു ശൂന്യതയാണ്. നിങ്ങൾ ശരിക്കും നമ്മൾ ഒരു കാര്യം മുന്നോട്ടാണ് പോകുന്നില്ല കർത്താവേ, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ മോർണിംഗ് പ്രയർ നിങ്ങൾ ആരംഭിക്കുക. നിങ്ങൾക്ക് എത്ര മണിക്കാണ് പറ്റും? ഇപ്പോൾ 4:30 ആണെങ്കിൽ ഒരു 5 മണി കുളിച്ച് ദേഹശുദ്ധി, ആത്മാവിൻ്റെ ശുദ്ധിയാണ് കുമ്പസാരം, ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ ഉറക്കച്ചടവിലൊക്കെ ബലിയർപ്പിക്കാനൊക്കെ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ വലിയൊരു വേദനയാണത്. ശരിക്കും ശരീരത്തിന് ഹൈന്ദവ സഹോദരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അല്ലേ, എത്രയാണ് 3 മണിക്ക് ഞങ്ങളൊക്കെ എൻ്റെ തറവാട്ടിലൊക്കെ ഒരു അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഒരു മലയ്ക്ക് പോകുന്ന സീസണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥനയോട് കുളിച്ച് 3-3:30 ആകുമ്പോഴേക്കും അവർ സ്വാമിയേ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് അവർ പോകും. ചെറിയ പീക്കറികളാണ് 3 മണി 3:30. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനത്തെ ഒരു ശീലം നമ്മൾ ഈ ഒരു തോമാശ്ലീഹയുടെ തിരുനാളിൻ്റെ അന്ന് ദേഹശുദ്ധി, ആത്മാവിൻ്റെ ശുദ്ധി, ദേഹശുദ്ധി വരുത്തി എന്നാലും പേഴ്സണൽ പ്രയറൊക്കെ നടത്തി എന്നിട്ട് നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ നോക്കിക്കോ, കാലങ്ങളായിട്ട് നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ചങ്ങല, പിശാചിൻ്റെ ചങ്ങല കർത്താവ് പൊട്ടി. പക്ഷേ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കുള്ള എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഈശ്വരങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ് കേട്ടോ. നാളെ അട്ടപ്പാടിക്കുള്ള യാത്രയായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തേക്കണേ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും.